അമേരിക്കയുടെ യുദ്ധക്കപ്പൽ മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. യുദ്ധസമാന സാഹചര്യത്തിന് വേണ്ടിയിട്ടോ മറ്റ് സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനോ എന്നതിനെക്കുറിച്ച് വിശദീകരണം ഒന്നുമില്ല. അത് ഇറാഖിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധവിമാനങ്ങൾ ഇറങ്ങിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. USS നിമിറ്റ്സ് പോലെയുള്ള വലിയ എയർക്രാഫ്റ്റും അനുബന്ധമായിരിക്കുന്ന മറ്റ് കപ്പലുകളും ഈ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് പുറപ്പെട്ടിട്ടുണ്ട്. യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളും രണ്ട് ഭാഗത്തൂടെ രണ്ട് രീതിയിൽ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് ചുരുക്കം. പേർഷ്യൻ ഗൾഫ്, അറേബ്യൻ കടൽ, ഈസ്റ്റേൺ മെഡിറ്ററേനിയൻ കടൽ എന്നീ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കപ്പലിൽ വിന്യസിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക തീരുമാനിച്ചത്. ഇത് ഏത് തരത്തിൽ എന്ത് ഉദ്ദേശിച്ചാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു വിവരം പുറത്തു വന്നിട്ടില്ല. എന്നാൽ കപ്പൽ പുറപ്പെട്ടതായിരിക്കുന്ന സ്ഥിരീകരണം അന്താരാഷ്ട്ര മീഡിയ പരിശോധിച്ചാൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. ഫൈറ്റർ ജെറ്റ് 16, F-22, F-35 എന്നിവ ഇതിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നു. ഏതെങ്കിലും തരത്തിൽ യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഏത് രാജ്യത്തെയാണ് ഉദ്ദേശിച്ചത് എന്നോ ലക്ഷ്യം വെക്കുന്നതോ എന്നതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇത് മെഡിറ്ററേനിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട് ഒക്ടോബർ 7 ഇസ്രായേൽ ഗസ ആക്രമണവുമായി വിഷയവുമായിട്ട് ബന്ധപ്പെട്ടും മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്തേക്ക് യുദ്ധക്കപ്പൽ അമേരിക്ക അയച്ചിരുന്നു. അതിന് അവർ അന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഇസ്രായേൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്രായേൽ നേരെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇടപെടുകയാണെങ്കിൽ തങ്ങൾ ഇടപെടും, അല്ലെങ്കിൽ തങ്ങൾ ശാന്തമായി നിൽക്കുക മാത്രമാണ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് അവർ വന്നത്. അവരുടെ ഭാഗത്തുനിന്ന് പിന്നീട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം ഉണ്ടായിരിക്കുന്ന റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇറാനിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രതികരണങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ്. ഇറാനിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കൊറംസഹ് എന്ന് പറയുന്ന മേഖലയിൽ, അതായത് ഇറാൻ്റെ ഏറ്റവും കൂടുതൽ മിസൈൽ വിന്യാസങ്ങൾ തയ്യാറാക്കുകയും നിർമ്മിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന മേഖലയാണ് കൊറംസഫ് എന്ന് പറയുന്ന പടിഞ്ഞാറ് മേഖല. ഈ മേഖല ഇമാം അലി മിസൈൽ ബേസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു എന്ന് പറയുന്നു. പടിഞ്ഞാറൻ പർവ്വത നിരകൾക്ക് തായ് ഭാഗത്ത് സൂക്ഷിക്കപ്പെട്ട മിസൈലുകളും അതുപോലുള്ള ആയുധപരമായിരിക്കും മറ്റ് സാമഗ്രികളും അവർ മിനുക്ക് പണിയെടുത്തിരിക്കുന്നു. അതല്ലെങ്കിൽ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ചില സൈനികരെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നും പറയുന്നു. അത് കുറഞ്ഞ സൈനികർ മാത്രമേ അവരെ കാണാൻ വേണ്ടി സാധിക്കൂ. കാരണം ഈ മേഖല അപ്പാടെ അണ്ടർഗ്രൗണ്ടിൽ വലിയ തായ്വാരത്തിലാണ് അവരുടെ ആയുധങ്ങളുടെ ശേഖരങ്ങൾ ഉള്ളത്. എല്ലാവിധ ആക്രമണങ്ങൾ ഏത് തരത്തിൽ നടത്തി കഴിഞ്ഞാലും ഒരിക്കൽ പോലും ഇറാൻ്റെ ആയുധങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധമുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഇറാന് നേരെ ഉണ്ടായിരിക്കുന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ലോകം മനസ്സിലാക്കിയതാണ്. നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. അവർക്ക് നിർമ്മിക്കാനും അറിയാം, നിർമ്മിച്ചത് സൂക്ഷിക്കാനും അറിയാം. ആ സൂക്ഷിപ്പ് വളരെ കൃത്യമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യ കാര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ഇങ്ങനെയാണ് പോകുന്നത്. ഇറാന് നേരെയാണ് അമേരിക്ക ലക്ഷ്യം വെക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ എല്ലാ സൈനിക ബേസും കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ആക്രമണം നടത്തും. അനിയന്ത്രിതമായിരിക്കുന്ന ആക്രമണത്തിൻ്റെ പെരുമയ ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാകും എന്ന് ചില റിപ്പോർട്ടുകൾ കാണുന്നു. മാത്രവുമല്ല, യുദ്ധ സംവിധാനങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അവിടുത്തെ സുപ്രീം ലീഡർ അയക്കുന്ന എല്ലാവിധ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിനെയൊക്കെയാണ് ഏറ്റവും വലിയ പവർ ഉള്ളത് സുപ്രീം ലീഡർ അയക്കുന്ന ആയത്തുള്ള അലി ഖംനൈക്കാണ്. ഈ യുദ്ധ സാഹചര്യങ്ങളും സംവിധാനങ്ങളും വരുമ്പോൾ ഈ സൈനികർക്ക് നേരിട്ട് നിർദ്ദേശം കൊടുക്കുന്ന ഒരു നിലപാട് അവിടെ ഉണ്ടാകുന്നുണ്ട്. സൈനിക കമാൻഡർ, പ്രത്യേകമായിരിക്കുന്ന ഒരു കമാൻഡർ നിയോഗിച്ചുകൊണ്ട് ആ കമാൻഡർക്ക് പൂർണ്ണമായിരിക്കുന്ന അധികാരം ഏൽപ്പിച്ചു കൊടുക്കും. ഈ നിയന്ത്രണവുമായിട്ട് ബന്ധപ്പെട്ട് അത് ഏറ്റവും ഒടുവിൽ ഇസ്രായേലിൻ്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഖംനൈയെ തെരയുന്നു എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവനയൊക്കെ ഇറക്കിയിരുന്നു. ആ സമയത്ത് ചെയ്തിരിക്കുന്ന പ്രവൃത്തി ഈ ഖംനൈയെ നിങ്ങൾ ഈ സൈനികരെ സംബന്ധിച്ചിടത്തോളം ഉത്തരവ് വേണ്ടി അന്വേഷിക്കേണ്ട, നിങ്ങൾ പൂർണ്ണമായിരിക്കുന്ന അധികാരം തന്നിരിക്കുന്നു. ഈ ഒരു അവസ്ഥ ഇവിടെയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അതായത് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലോ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലോ ആക്രമമോ യുദ്ധമോ അത്തരം രാജ്യത്തിനെതിരായിരിക്കുന്ന പ്രവൃത്തി ചെയ്യുകയാണ് ണെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല, അടിച്ച് ഒതുക്കണം എന്നുള്ളതാണ്. അത് ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈലിൻ്റെ സംവിധാന കാര്യങ്ങൾക്കൊക്കെ ഒരു മോക്ക് ടെസ്റ്റ് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. ഇറാൻ എന്ന് പറയുന്ന വലിയ ബൃഹത്തായിരിക്കുന്ന രാജ്യമാണ്. ലോകത്തെ വലിയ രാജ്യങ്ങളുടെ ലിസ്റ്റിലാണ് ഇറാൻ്റെ രാജ്യമുള്ളത്. എന്ന് വെച്ചാൽ ഇറാഖിൻ്റെ 3 ഇരട്ടിയുണ്ട് എന്ന് ചുരുക്കം.
ഈ മേഖലയിൽ ഈ കലാപ സംബന്ധമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ നടക്കുന്ന സമയം, അതായത് പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഏകദേശം 35 മുതൽ 48% ആളില്ലാത്ത ഒഴിഞ്ഞ മരുഭൂ പ്രദേശമാണ് ഇറാൻ എന്ന് പറയുന്നത്. ഏത് തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്താം ഈ സമയത്ത്. അതായത് ഈ കലാപവുമായിട്ട് ബന്ധപ്പെട്ട പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സങ്കീർണമായ രീതിയിൽ ഇറാനെ വീർപ്പ് മുട്ടിച്ച ആ സമയത്ത് മിസൈൽ പരീക്ഷണങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ഹൈപ്പർസോണിക് മിസൈൽ അടക്കമുള്ള മിസൈലിൻ്റെ പരീക്ഷണം നടത്തി അവർ വിജയിച്ചിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു യുദ്ധ സാഹചര്യത്തിലേക്ക് എത്തുകയും മറ്റുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നേരിട്ട് കൊണ്ട് ഇസ്രായേലിനും അമേരിക്കയും ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാന കാര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് നടത്തി ആ ടെസ്റ്റ് വിജയിക്കുകയും ചെയ്തു. ഇത് കുറച്ച് കഴിഞ്ഞ സമയത്ത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം അമേരിക്ക അറിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്ക അറിഞ്ഞ സമയത്ത് ചില റിപ്പോർട്ടുകൾ, അവിടുത്തെ ന്യൂയോർക്കുമായിട്ട് ബന്ധപ്പെട്ട ചില റിപ്പോർട്ടിൽ ഈ ആണവായുധ പരീക്ഷണം നടത്തിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. പിന്നീട് അത് ചെറിയ സ്ഥിരീകരണങ്ങളൊക്കെ വന്ന് ഇറാൻ എന്ന് കൃത്യമായ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇറാൻ്റെ ഭാഗത്ത് ഗവൺമെൻറ് പ്രതിനിധികൾ പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. അവർ പറയുന്നു തങ്ങൾ മിസൈൽ പരീക്ഷണമാണ് നടത്തിയത്, ഇടയ്ക്കിടയ്ക്ക് നടത്താറുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെച്ചത്. ഇപ്പോഴുള്ള പേടി എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് ലോകം അപ്പാടെ വിശ്വസിക്കുന്നു. ഇല്ല എന്ന് ഇറാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് വിശ്വസനീയമല്ല എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ 90-95% യുറേനിയം സമ്പുഷ്ടീകരണം യഥാർത്ഥത്തിൽ അവർ ഉണ്ട് എന്ന് IAEA പറയുന്നു. 60% അത് പിന്നീട് 90 ആയിട്ടുണ്ട് എന്ന് പറയുന്നു. 90 ആയാൽ 100 ആക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മണിക്കൂറുകൾ മാത്രം മതി. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നു ആണവായുധ നിർമ്മിതികൾ പൂർത്തീകരിക്കുകയും അത് ആളൊഴിഞ്ഞ പ്രദേശത്ത്, പ്രദേശത്ത്, ഇറാൻ്റെ മരുഭൂമിയുടെ ഏതോ ഭാഗങ്ങളിൽ അത് അവർ വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടെ സൈനികർ കാവലോ അല്ലെങ്കിൽ ആൾതാമസമോ മറ്റ് യാതൊരു സംവിധാനവും ഇല്ലാത്തതുകൊണ്ട് ഇത് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്കോ ഇസ്രായേലിനോ സാധിച്ചിട്ടുമില്ല. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഇറാനോട് ഏറ്റവും താല്പര്യമുള്ള രാജ്യത്തിൻ്റെ അകത്തേക്ക് ആണവായുധം കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ റഷ്യ ആയിരിക്കാം, അല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്ന മറ്റേതെങ്കിലും രാജ്യങ്ങളായിരിക്കാം. അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല. ഈ തരത്തിൽ എല്ലാവിധ സംവിധാന കാര്യങ്ങളും തയ്യാറെടുത്തിരിക്കുന്നു. നിലവിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തോടൊപ്പം അവരുടെ പേഴ്സണൽ സ്റ്റാഫും അവിടുത്തെ സൈനികരും അർദ്ധ സൈനികരും ഗവൺമെൻറ് സംവിധാനങ്ങളും ചേർന്ന് നിൽക്കുന്നു എന്നൊരു പ്രത്യേകത ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ഇത് പൊട്ടുന്ന സമയത്താണ് രാജ്യത്തിലെ ആഭ്യന്തര കുഴപ്പങ്ങൾ വിജയിക്കാറുള്ളത്. അത് ഇറാഖിൽ നടന്നിട്ടുണ്ട്, ലിബിയയിൽ നടന്നിട്ടുണ്ട്, സുഡാനിൽ നടന്നിട്ടുണ്ട്, സിറിയയിൽ നടന്നിട്ടുണ്ട്, ഈജിപ്തിൽ നടന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഭരണമാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ ഭരണമാറ്റത്തിനനുസരിച്ച് അതിനുശേഷം പിന്നീട് അവസാനിക്കാത്ത കുറേ പ്രശ്നങ്ങളും കലുഷിതമായിരിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ട ഏരിയകളാണ്, അല്ലെങ്കിൽ രാജ്യങ്ങളാണ് ഈ പറയപ്പെട്ടതൊക്കെ. എന്നാൽ ഇറാനിൽ അത്തരം യാതൊരു ഇളക്കം ഉണ്ടായിട്ടില്ല. സൈനികർക്കോ അതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കോ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ആരോട്ട് പറഞ്ഞിട്ടുമില്ല. ഈ രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ നിയന്ത്രണങ്ങൾ ഇപ്പോഴും സർക്കാരിൻ്റെ കയ്യിലാണ്. അതിന് യാതൊരു മാറ്റവുമില്ല. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഈ മേഖല ഇറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നീങ്ങിയാൽ തിരിച്ചടി ഭയാനകരമായിരിക്കും. ഇന്ന് വരെ ചരിത്രം കാണാത്ത വിധം, കണ്ണുകൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത വിധമുള്ള മാരക യുദ്ധത്തിന് ഇറാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വെറുതെ ഇറങ്ങിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇറാനിൽ ഒരിക്കലും ഉണ്ടാവില്ല. ഗവൺമെൻറ് രാജിവെക്കുക, ഗവൺമെൻറ് ഭരണം മാറ്റുക, പിന്നെ മുമ്പ് അവിടെ ഭരണം മാറിയിരിക്കുന്ന ആളുകൾ ഇങ്ങോട്ട് വരിക, അങ്ങനത്തെ സംവിധാനങ്ങളൊന്നും അത്ര എളുപ്പത്തിൽ ഉണ്ടാവുമെന്ന് അമേരിക്ക തന്നെ വിശ്വസിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് പോലും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. സമ്പൂർണ്ണമായിരിക്കുന്ന പിന്തുണ റഷ്യയും ചൈനയും നൽകിയിരിക്കുന്നു ഇറാന്. ആ രാജ്യത്തിൻ്റെ ബൃഹത്തമായിരിക്കുന്ന മഹത്വത്തോടു കൂടി തന്നെ നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന അപൂർവ രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് റഷ്യ. പിന്നീട് ചൈന, പിന്നീട് കൊറിയ. ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ ഇല്ലെങ്കിൽ ഈ മേഖലയിലുള്ള ആധിപത്യം അമേരിക്കയുടെ കൈവശത്തിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ ഈ മിഡിൽ ഈസ്റ്റ് സുരക്ഷിതമല്ലാത്തൊരു രാജ്യമായിട്ട് വരും. ഏത് തരത്തിലും ഒരു അറബ് രാജ്യത്തെ കീഴടക്കണമെന്ന് അമേരിക്കക്ക് തോന്നിയാൽ മണിക്കൂറുകൾ മാത്രം മതിയാവും. അതിനൊരു പ്രതിരോധം സൃഷ്ടിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയുമാണ്. അവർ തീർച്ചയായിട്ടും ആക്രമിക്കുമെന്നും പ്രതിരോധിക്കുമെന്നും അമേരിക്കക്ക് അറിയാവുന്നത് കൊണ്ടാണ് വലിയ ഇടപെടൽ നടത്താത്തത്. അതല്ലെങ്കിൽ ഇപ്പോൾ വെനിസുലയിലെ രാജ്യത്തിലെ ഭരണാധികാരിയെ തട്ടിക്കൊണ്ടുപോയ ഒരു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, നിസ്സാരമായിട്ട് സാധിക്കും. അവർ ഇറങ്ങാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യവും അവർക്ക് അതിന് താല്പര്യമില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യവും ഇറാനിൽ ഇപ്പം നടക്കുന്ന പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ആയുധ സംവിധാന കാര്യങ്ങൾ നൽകാൻ വേണ്ടി തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന്
ട്രംപ് നിലപാട് മാറ്റിപ്പറഞ്ഞതിന് പ്രധാനമായിരിക്കുന്ന കാര്യം പ്രത്യാക്രമണങ്ങൾ ഏത് തരത്തിലുണ്ടാകും എന്ന് അവർക്ക് പോലും ഊഹിക്കാൻ പറ്റാത്ത വിധം സങ്കീർണമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇറാൻ്റെ രാഷ്ട്രീയം മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ആയത്തുള്ള അലി ഖംനായി അധികാരത്തിലേറിയതോടുകൂടി കാര്യങ്ങൾ അവർ കൃത്യമായ രീതിയിൽ നിലപാടുകൾ ഉറക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലും അമേരിക്കയും തങ്ങളുടെ ശത്രുരാജ്യമാണ് എന്ന് പറഞ്ഞ് നിർത്തുക മാത്രമല്ല ചെയ്തത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂപടത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ട രാജ്യമാണ്. അതിന് നിലനിൽപ്പില്ല. ആ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ ഇറാൻ തയ്യാറാണ് എന്ന് ലോകത്തിൻ്റെ മുൻപേ, അതായത് UN അസംബ്ലിയിൽ പറയണമെങ്കിൽ ഇറാൻ്റെ ധൈര്യം നിസ്സാരമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഇറാനെ ലക്ഷ്യം വെച്ചിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നാശങ്ങൾ, അമേരിക്കക്കുണ്ടാകുന്ന നാശത്തിൻ്റെ കണക്കും ഇസ്രായേലുണ്ടാകുന്ന വംശീയ നാശത്തിൻ്റെ കണക്കും എഴുതിയാൽ അവസാനിക്കാത്തതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ചുരുക്കം.